ഹായ് ഹലോ എല്ലാവർക്കും ഒയാസിസ് പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. മനോഹരമായൊരു വില്ല പ്രൊജക്റ്റ്, ഒരു ഗേറ്റഡ് വില്ല കമ്മ്യൂണിറ്റി വിശേഷമാണ് ഇന്നത്തെ ഞങ്ങൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോയിലേക്ക് കിടക്കുന്ന മുമ്പ് ആദ്യമായാണ് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടിയുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തു വയ്ക്കാനും മറക്കില്ല. അങ്ങനെ ചെയ്താൽ ഇതുപോലുള്ള വീഡിയോകൾ ദിവസവും ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഇനി നമുക്ക് വേണ്ടി ഈ പ്രൊജക്റ്റിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം. ലൊക്കേഷൻ വരുന്ന എറണാകുളം ജില്ലയിലാണ് കേട്ടോ. എറണാകുളം ജില്ലയിൽ കളമശ്ശേരിക്ക് സമീപത്തായാണ് ഈ വില്ല പ്രൊജക്റ്റ് നിർമ്മിച്ചിരിക്കുന്നത്. ധാരാളം വില്ലകളുള്ള മനോഹരമായൊരു ലൊക്കേഷനിലാണ് ഈ പ്രോജക്റ്റ് നിർമ്മിച്ചിരിക്കുന്നത്. 2018-19 കാലഘട്ടത്തിലെ ഫ്ലഡ് ബാധിക്കാത്ത ഒരു ഏരിയയിലാണ് ഈ പ്രൊജക്റ്റ് വരുന്നത്. നല്ല വീതി കൂടിയ 2 വാഹനങ്ങൾ ഒരേ സമയത്ത് സഞ്ചരിക്കാനുള്ള വീതി കൂടിയ റോഡ് സൗകര്യം, റോഡ് ഫ്രണ്ടേജായാണ് ഈ പ്രൊജക്റ്റ് നിർമ്മിച്ചിരിക്കുന്നത്. ഇനി നമ്മുടെ ഈ ലൊക്കേഷനിൽ നിന്നുള്ള ഡിസ്റ്റൻസിനെ കുറിച്ച് നമുക്കൊന്ന് പരിചയപ്പെടാം. നമ്മുടെ ലൊക്കേഷനിൽ നിന്നും തൊട്ടടുത്തുള്ള കളമശ്ശേരി ടൗണിലേക്ക് ഏതാണ്ട് ഒരു 4 കിലോമീറ്റർ മാത്രം ദൂരമാണ് വരുന്നത്. കൂടാതെ നമ്മുടെ ആലുവ ടൗണിലേക്ക്, ആലുവ മെട്രോ സ്റ്റേഷൻ, ആലുവ റെയിൽവേ സ്റ്റേഷൻ എന്നിവിടങ്ങളിലേക്ക് 4 കിലോമീറ്റർ ദൂരവും, തൊട്ടടുത്തുള്ള ബസ് സ്റ്റോപ്പിലേക്ക് ഏതാണ്ട് ഒരു 300-350 മീറ്റർ മാത്രം ദൂരവുമാണ് വരുന്നത്. മാത്രമല്ല കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 8 കിലോമീറ്റർ ദൂരവും, എടപ്പള്ളിയിലേക്ക് 8 കിലോമീറ്റർ ദൂരവും, പാലാരിവട്ടത്തേക്ക് ഏതാണ്ട് ഒരു 12 കിലോമീറ്റർ മാത്രം ദൂരവുമാണ് വരുന്നത്. കൂടാതെ എറണാകുളത്തിൻ്റെ ഏതൊരു ഭാഗത്തേക്കും ഈസിലി ആക്സസ് ലഭിക്കുന്ന ഒരു ഏരിയയിലാണ് കേട്ടോ ഈ പ്രൊജക്റ്റ് നിർമ്മിച്ചിരിക്കുന്നത്. കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്കാണെങ്കിൽ ഒരു 12 കിലോമീറ്റർ മാത്രം ദൂരമാണ് വരുന്നത്. നമുക്കിനി ഇതിൻ്റെ ഇന്നത്തെ ഈ ഒരു യൂണിറ്റ് പരിചയപ്പെടാം. ഈ ഒരു വില്ല വരുന്നത് 7 സെൻറ്റ് ഒറിജിനൽ ലാൻഡിലാണ്. 3000-ഓളം സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമും ഒരു സ്റ്റഡി റൂമും അല്ലെങ്കിൽ യൂട്ടിലിറ്റി സ്പേസ് ആയാണ് ഈ വീട് പണി കഴിപ്പിച്ചിരിക്കുന്നത്. അത്യാവശ്യം സെറ്റ് ബാക്ക് എല്ലാം നമുക്ക് സൈഡിൽ ലഭ്യമാണ്. ധാരാളം പ്ലാന്റുകളെല്ലാം നൽകി മനോഹരമാക്കിയിരിക്കുന്നു. ഈ ഒരു സ്പേസ് ഒരു വാട്ടർ ഫൗണ്ടൻ എല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഡൈനിങ് സ്പേസിൽ നിന്ന് ഡയറക്റ്റ് എൻട്രി വരുന്ന ഒരു സ്പേസാണിത്. ധാരാളം ശുദ്ധജലം സുലഭമായി ലഭിക്കുന്ന ഒരു ഏരിയയിലാണ് കേട്ടോ ഈ വീടുകൾ നിർമ്മിച്ചിരിക്കുന്നത്. നമ്മുടെ ഈ വീടിൻ്റെ വാട്ടർ സോഴ്സ് വരുന്നത് കിണർ വെള്ളമാണ്. മാത്രമല്ല KW കണക്ഷൻ നമുക്കിവിടെ ഓപ്ഷനാണ്. ഒരേ സമയത്ത് തന്നെ 3 കാറുകൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നൽകിയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. കിണറാണ് നമ്മൾ ഈ ഫ്രണ്ടിൽ കാണുന്നത്. നമുക്കിനി ഇവിടുത്തെ സൈഡ് വശങ്ങളിലേക്ക് പോകാം. അത്യാവശ്യം സെറ്റ് ബാക്ക് എല്ലാം നൽകി തന്നെയാണ് കേട്ടോ ഈ വീടിൻ്റെ സൈഡ് വശങ്ങളെല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. തീർത്തും വാസ്തുശാസ്ത്രപരമായി തന്നെയാണ് കേട്ടോ ഇത് പണി കഴിപ്പിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ദർശനം വരുന്നത് പടിഞ്ഞാറ് ദിക്കിലേക്കാണ്. വലിയൊരു സിറ്റ് ഔട്ട് ഈ വീടിന് അവൈലബിൾ ആണ്. സിറ്റ് ഔട്ടിൻ്റെ സൈഡിലെല്ലാം പ്ലാന്റുകളെല്ലാം നൽകി മനോഹരമാക്കിയിരിക്കുന്നു. നമുക്ക് കാണാം വീണ്ടും മുൻവശത്തെല്ലാം കോബിൾ സ്റ്റോൺ എല്ലാം നൽകി മനോഹരമാക്കി നല്ല ഭംഗിയിലാണ് ഈ ഏരിയ എല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒരു പാളിയിലാണ് മെയിൻ ഡോറ് നിർമ്മിച്ചിരിക്കുന്നത്. മനോഹരമായ രീതിയിൽ പോളിഷ് എല്ലാം ചെയ്ത് നല്ല ഭംഗിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മെയിൻ ഡോർ ഓപ്പൺ ചെയ്ത് നേരെ കയറിച്ച് ഗസ്റ്റ് ലിവിങ് സ്പേസിലേക്കാണ്. ഡബിൾ ഹൈറ്റിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. മനോഹരമായ രീതിയിൽ ഹാങ്ങിങ് ലൈറ്റ് എല്ലാം നൽകി നല്ല ഭംഗിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള സ്റ്റെയർകേസ് ഈ ഒരു ഭാഗത്ത് നിന്ന് തന്നെയാണ് നൽകിയിരിക്കുന്നത്. കാർട്ടനെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നു. TV യൂണിറ്റ് നല്ല സ്പേഷ്യസ് ആയ TV യൂണിറ്റ് അവൈലബിൾ ആണ്. ലിവിങ് സ്പേസും ഡൈനിങ് സ്പേസും തമ്മിൽ മൾട്ടിവുഡിൽ പാർട്ടീഷൻ ചെയ്തിരിക്കുന്നു. ഇനി നമുക്ക് എൻട്രി വരുന്ന ഇവിടുത്തെ ഡൈനിങ് ഏരിയയിലേക്കാണ്. ഡൈനിങ് ഏരിയ ഒന്ന് കാണാം. നല്ല സ്പേഷ്യസ് ആയി തന്നെയാണ് ഡൈനിങ് ഏരിയ നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെ എല്ലാം മാറ്റ് ഫിനിഷുള്ള ടൈൽസുകളാണ് ഫ്ലോറിങ്ങിനായി നൽകിയിരിക്കുന്നത്. മനോഹരമായ ഡൈനിങ് ഏരിയ ആണ് നമ്മൾ കാണുന്നത്. സീലിംഗ് വർക്കുകൾ ചെയ്തിരിക്കുന്നു. സീലിംഗ് ഫാൻ നൽകിയിട്ടുണ്ട്. നല്ല സ്പേഷ്യസ് ആയി നിർമ്മിച്ച ഈ ഡൈനിങ് സ്പേസ് എനിക്ക് ഒരു 12-18 പേർ കപ്പാസിറ്റിയുള്ള വലിയൊരു ഡൈനിങ് ടേബിൾ യൂസ് ചെയ്യാനുള്ള സ്പേസ് നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. മാത്രമല്ല ഒരു ഒതുങ്ങിയ രീതിയിൽ ഒരു കോർണറിലായി ഇവിടുത്തെ വാഷ് കൗണ്ടർ, ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടർ നിർമ്മിച്ചിരിക്കുന്നത്. ധാരാളം വീടുകളുള്ള മനോഹരമായ ലൊക്കേഷൻ നിർമ്മിച്ച ഇവിടുത്തെ 5ഓളം വീടുകൾ ഓൾറെഡി സോൾഡ് ഔട്ടായി കഴിഞ്ഞു. നമുക്ക് ഈ ഒരു ഭാഗത്തായി ഇവിടുത്തെ വാഷ് കൗണ്ടർ, മനോഹരമായ രീതിയിൽ വാഷ് കൗണ്ടർ, ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടർ നിർമ്മിച്ചിരിക്കുന്നു. ഇവിടെയെല്ലാം ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം മനോഹരമായ രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. സീലിംഗ് ഫാൻ നൽകിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായി ഞാൻ നേരത്തെ സൂചിപ്പിച്ചൊരു ചെറിയ വാട്ടർ ഫൗണ്ടൻ എല്ലാം നൽകിയിട്ടുണ്ട്. നല്ല സ്പേഷ്യസ് ആയി തന്നെ മനോഹരമായ രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വാട്ടർ ഫൗണ്ടനാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഡൈനിങ് സ്പേസിൽ നിന്ന് ഡയറക്റ്റ് എൻട്രി വരുന്ന ഒരു രീതിയിലാണിത് നിർമ്മിച്ചിരിക്കുന്നത്.
കിച്ചൺ സൈഡിലേക്ക് പോയാൽ ഒരു ഓപ്പൺ കിച്ചണാണ് ഈ വീടിന് നൽകിയിട്ടുള്ളത്. കിച്ചൺ കൗണ്ടറിനായി ധാരാളം ഷെൽഫ്, കട്ട്ലറി, ക്രോക്കറികൾ വയ്ക്കാനുള്ള പ്രത്യേക ഷെൽഫുകളെല്ലാം നൽകി മനോഹരമാക്കിയിരിക്കുന്നു. ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിളെല്ലാം നൽകിയിട്ടുണ്ട്. മാത്രമല്ല ഹാങ്ങിങ് ലൈറ്റുകളെല്ലാം നൽകി മനോഹരമായ രീതിയിലാണ് ഈ ഏരിയ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സീലിംഗ് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല സീലിംഗ് ഫാൻ നൽകിയിട്ടുണ്ട്. ധാരാളം കബോർഡ് വർക്കുകൾ ചെയ്ത് മനോഹരമാക്കിയ കിച്ചണാണ്. ഹുഡ് ആൻഡ് ഹോബ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വലിയൊരു റെഫ്രിജറേറ്റർ വയ്ക്കാനുള്ള പ്രത്യേക ഏരിയ എല്ലാം നൽകി തന്നെയാണ് ഈ കിച്ചൺ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കൂടാതെ കിച്ചണോട് ചേർന്ന് തന്നെ വലിയൊരു വർക്ക് ഏരിയ നിർമ്മിക്കാനുള്ള സ്പേസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ധാരാളം വെന്റിലേഷൻ സൗകര്യങ്ങളെല്ലാം ഉറപ്പുവരുത്തി തന്നെയാണ് കിച്ചൺ നിർമ്മിച്ചിരിക്കുന്നത്. കിഴക്കോട്ടാണ് കേട്ടോ കിച്ചൻ്റെ കുക്കിംഗ് ചെയ്യുന്ന ഒരു ദിക്ക് വരുന്നത്. തീർത്തും വാസ്തു നിയമപ്രകാരം തന്നെയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. അത്യാവശ്യം വലിപ്പമുള്ളൊരു വർക്ക് ഏരിയ നിർമ്മിക്കാനുള്ള സ്പേസാണ് നമുക്ക് ഈ ഒരു സൈഡിൽ അവൈലബിൾ ആയിട്ടുള്ളത്. നമുക്ക് ഇവിടുത്തെ ബെഡ്റൂം സൈഡിലേക്ക് പോയാൽ ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂമുകളാണ് നൽകിയിരിക്കുന്നത്. നല്ല സ്പേഷ്യസ് ആയ ബെഡ്റൂമാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുണ്ട്. ബേ വിൻഡോ, എടുത്തു പറയത്തക്ക വിധം ബേ വിൻഡോ മനോഹരമായ രീതിയിൽ തന്നെ ബേ വിൻഡോ നൽകി തന്നെയാണ് ഈ ഒരു ഏരിയ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മാറ്റ് പാറ്റേണിലുള്ളൊരു ടൈൽസുകളാണ് ഫ്ലോറിങ്ങിനായി ഉപയോഗിച്ചിരിക്കുന്നത്. മാത്രമല്ല പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയൽസ് ഉപയോഗിച്ചാണ് ഇവിടുത്തെ എല്ലാ വാർഡ്രോബ് സൗകര്യങ്ങളും നിർമ്മിച്ചിരിക്കുന്നത്. ബാത്റൂം സൈഡിലേക്ക് പോയാൽ നല്ല സ്പേഷ്യസ് ആയ ബാത്റൂമാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. മാത്രമല്ല കൺസീൽഡായിട്ടാണ് ബാത്റൂമിൻ്റെ ഓരോ ഫിറ്റിങ്സും നൽകിയിട്ടുള്ളത്. നല്ല സ്പേഷ്യസ് ആയ മനോഹരമായ ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടർ നൽകിയിട്ടുണ്ട്. സെക്കൻഡ് ബെഡ്റൂമാണ് നമ്മൾ ഈ കാണുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുണ്ട്. വാൾഡ്രോബ് സൗകര്യവും കൂടാതെ ബേ വിൻഡോ നൽകിയിരിക്കുന്നു. ഒരു ലോങ് ബോഡി മിറർ യൂണിറ്റ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. മാത്രമല്ല ഡ്രസ്സിങ് ഏരിയ സെപ്പറേറ്റ് ആയിട്ട് വരുന്നുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുണ്ട്. ബാത്റൂം ആണെങ്കിലും നല്ല സ്പേഷ്യസ് ആയി തന്നെയാണ് ബാത്റൂം നിർമ്മിച്ചിരിക്കുന്നത്. ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടർ നൽകിയിരിക്കുന്നു. ഇനി നമുക്ക് കാണേണ്ടത് ഇവിടുത്തെ ഫസ്റ്റ് ഫ്ലോറാണ്. സ്റ്റെയർകേസാണ് നമ്മൾ ഈ കാണുന്നത്. സ്റ്റെയർകേസിൻ്റെ ഫ്ലോറിങ്ങിനായി വുഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഹാൻഡിലിനായി ടഫൻ ഗ്ലാസും വുഡും ഉപയോഗിച്ചിട്ടുണ്ട്. നേരെ കയറി ചെല്ലുന്ന അപ്പർ ലിവിങ് സ്പേസിലേക്കാണ്. നല്ല സ്പേഷ്യസ് ലിവിങ് സ്പേസ് ആണ് കേട്ടോ നമുക്കിവിടെ ലഭിക്കുന്നത്. മനോഹരമായ രീതിയിലാണ് ഇത് ഒരുക്കിയിരിക്കുന്നത്. പ്രീമിയം ക്വാളിറ്റി തന്നെയാണ് ഇവിടുത്തെ ഓരോരോ ഏരിയയും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം മനോഹരമായ രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ധാരാളം വെന്റിലേഷൻ സൗകര്യങ്ങളെല്ലാം ഉറപ്പുവരുത്തിയിരിക്കുന്നു. ഡബിൾ ഹൈറ്റിലാണ് കേട്ടോ ഈ ഒരു ഏരിയ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല സ്പേഷ്യസ് ഫീൽ ചെയ്യുന്നുണ്ട്. സീലിംഗ് ഫാൻ നൽകിയിട്ടുണ്ട്. ഇവിടെ എല്ലാം മാറ്റ് പാറ്റേണിലുള്ള ടൈൽസുകളാണ് ഫ്ലോറിങ്ങിനായി നൽകിയിട്ടുള്ളത്. മാത്രമല്ല 2 ബെഡ്റൂമുകളാണ് കേട്ടോ നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. 2 ബെഡ്റൂമുകളും കൂടാതെ ഒരു സ്റ്റഡി റൂമും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വലിയൊരു TV യൂണിറ്റ് നമുക്ക് ഈ ഒരു ലിവിങ് സ്പേസ് അവൈലബിൾ ആണ്. ഇനി നമുക്ക് കാണേണ്ടത് ഇവിടുത്തെ ഫസ്റ്റ് ഫ്ലോറിലെ ബെഡ്റൂമുകളാണ്. തേർഡ് ബെഡ്റൂമാണ് കേട്ടോ നമ്മൾ ഈ കാണുന്നത്. ഫസ്റ്റ് ഫ്ലോറിലെ ഫസ്റ്റ് ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുണ്ട്. നല്ല സ്പേഷ്യസ് ആയി തന്നെയാണ് ഗ്രൗണ്ട് ഫ്ലോറിൽ അതേ സൈസിലുള്ള സ്പേഷ്യസ് ആയ ബെഡ്റൂംസുകളാണ് നമുക്കിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇവിടുത്തെ എല്ലാ ബെഡ്റൂമുകളിലും ബേ വിൻഡോ നൽകിയിട്ടുണ്ട്. മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ഭംഗി തന്നെ ചെയ്തിരിക്കുന്നു. വലിയ വാൾഡ്രോബ് സൗകര്യങ്ങളാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ബാത്റൂം ആണെങ്കിലും നല്ല സ്പേഷ്യസ് ആയ ബാത്റൂമാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഡ്രസ്സിങ് ഏരിയ സെപ്പറേറ്റ് ആയി നൽകിയിട്ടുണ്ട്. ബാത്റൂമാണ് നമ്മൾ ഈ കാണുന്നത്. നല്ല സ്പേഷ്യസ് ആയ ബാത്റൂം. മാത്രമല്ല ഹോട്ട് വാട്ടർ ലഭിക്കാനുള്ള പ്രത്യേക സജ്ജീകരണങ്ങളും കൂടാതെ ഒരു ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടറാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ലാസ്റ്റ് ബെഡ്റൂമാണ് നമ്മൾ ഈ കാണുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം മനോഹരമായ രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ എല്ലാ ബാത്റൂമുകളാണെങ്കിലും നല്ല സ്പേഷ്യസ് ആയി തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ 2 ബെഡ്റൂമുകൾ കൂടാതെ ഒരു സ്റ്റഡി റൂം അല്ലെങ്കിൽ ഒരു യൂട്ടിലിറ്റി റൂമും നമുക്കിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കൂടാതെ ഫസ്റ്റ് ഫ്ലോറിൽ ഒരു ബാൽക്കണി കൂടി നമുക്കിവിടെ അവൈലബിൾ ആണ്. മനോഹരമായ രീതിയിലാണ് ഈ ഏരിയയെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. 7 സെൻറ്റ് ഒറിജിനൽ ലാൻഡിൽ 3000ഓളം സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം പ്ലസ് ഒരു യൂട്ടിലിറ്റി റൂം, ഒരു സ്റ്റഡി റൂമായാണ് ഈ കാണുന്നതാണ് യൂട്ടിലിറ്റി സ്പേസ്. വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള പ്രത്യേക ഏരിയയും എല്ലാം നമുക്കിവിടെ അവൈലബിൾ ആണ്. ടെറസിലേക്കുള്ള സ്റ്റെയർകേസും ഈ ഒരു ഭാഗത്ത് നിന്ന് തന്നെയാണ് നൽകിയിരിക്കുന്നത്. നമുക്കിതിൻ്റെ വില വരുന്നത് 1,52,00,000 രൂപയാണ്. 1,29,00,000 രൂപ മുതൽ 1,52,00,000 രൂപ വരെയുള്ള വീടുകൾ ഈ പ്രൊജക്റ്റിൽ അവൈലബിൾ ആണ്.
വിലകൾ തീർത്തും നെഗോഷ്യബിൾ ആണ്. മാത്രമല്ല എല്ലാ ബാങ്കുകളുടെ ലോൺ സൗകര്യവും നമുക്കിവിടെ അവൈലബിൾ ആണ്. സൈറ്റ് വിസിറ്റിങ്ങിനോ ഓണറുമായി ഡയറക്റ്റ് സംസാരിക്കുവാനോ ഒയാസിസ് പ്രോപ്പർട്ടീസിൻ്റെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഈ പ്രൊജക്റ്റിൻ്റെ വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. മറ്റു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.